ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ 1 kg വെയിറ്റ് വരുന്ന ചോക്കോ വെൽവെറ്റ് കേക്കാണ്. എൻ്റെ ബേക്കിംഗ് ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു തീമിൽ കേക്ക് ചെയ്യാൻ കിട്ടുന്നത്. ബട്ട് കേക്കാണ് തീം. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ആദ്യം റെഡ് വെൽവെറ്റ് കേക്കാണ് തയ്യാറാക്കുന്നത്. അതിനായി 2 ടേബിൾ സ്പൂൺ ചൂടുള്ള പാലിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് മാറ്റി വയ്ക്കാം. 8 ഇഞ്ചിൻ്റെ പാനാണ് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു അരിപ്പയിലേക്ക് 1/2 കപ്പ് മൈദാപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കോൺഫ്ലോർ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കേക്ക് കുറേ കൂടി സോഫ്റ്റായി കിട്ടും. ഇതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കൊക്കോ പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. ഞാൻ ഒരുപാട് ടെൻഷൻ അടിച്ച് ചെയ്ത കേക്കാണിത്. കൂട്ടുകാരൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഫ്രണ്ട്സ് ഓർഡർ ചെയ്തതാണ്. ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ്സ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 മുട്ടയാണ് ഇതിലേക്ക് വേണ്ടത്. മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കിനും കേക്ക് കുറേ കൂടി ഹൈറ്റായിട്ട് കിട്ടും. മുട്ട നന്നായി പതഞ്ഞ് വരുമ്പോഴേക്കും ഇതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചർ ആവുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് ബീറ്റ് ചെയ്യാം. കൂടെ മാറ്റി വെച്ചിരുന്ന മുട്ടയുടെ മഞ്ഞ കൂടി കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് ആവശ്യത്തിന് റെഡ് കളർ ഒഴിച്ചു കൊടുക്കാം. റെഡ് കളർ കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന മൈദ മിക്സ് കുറച്ചായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ബാറ്റർ താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാല് കൂടി ചേർക്കുന്നുണ്ട്. പാല് കൂടി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. 8 ഇഞ്ചിൻ്റെ പാനാണ് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് ബട്ടർ പേപ്പർ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബാറ്റർ ഒഴിച്ച് എയർ ബബിൾസൊക്കെ കളഞ്ഞ് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കാം. അതിനായിട്ട് അരയുടെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കി മൈദാപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി തന്നെ ഒന്ന് അരിച്ചെടുക്കണം. കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇനി വെറ്റ് ഇൻഗ്രീഡിയൻറ്റ്സ് തയ്യാറാക്കാം. അതിനായി ഒരു ബൗളിലേക്ക് 1 നുള്ള് ഉപ്പും 2 മുട്ടയുടെ വെള്ളയും എടുത്തിട്ടുണ്ട്. മഞ്ഞ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റായി വരുമ്പോഴേക്കും ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞ കുറച്ചായി ചേർത്ത് അതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ചേർത്ത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബാറ്ററിലേക്ക് നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് കുറേശ്ശെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അര ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതും 8 ഇഞ്ചിൻ്റെ പാനിലൊഴിച്ച് എയർ ബബിൾസൊക്കെ കളഞ്ഞ് നന്നായി ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. കേക്കൊക്കെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. കേക്ക് രണ്ടും നല്ല സോഫ്റ്റാണ്. ചോക്ലേറ്റ് കേക്ക് 2 ലെയറായി കട്ട് ചെയ്തെടുക്കാം. റെഡ് വെൽവെറ്റിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ഡെക്കറേഷനായിട്ട്. ഇനി കേക്ക് സെറ്റ് ചെയ്യാം. അതിനായി കേക്ക് ബോർഡിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി ഒന്ന് വെറ്റ് ചെയ്യാം. അതിനുശേഷം ക്രീം കൊടുക്കാം. ഫില്ലിങ്സിനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അളവുകൾ കൊടുത്തേക്കാം. ചോക്ലേറ്റ് കേക്കിൽ
കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്സായി ഇട്ട് കൊടുക്കാം. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്കാണ് വെച്ച് കൊടുക്കുന്നത്. അതും ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും സിറപ്പ് എത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ക്രീം ഇട്ട് കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനൽ ലെയറായിട്ട് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. അതും നല്ല രീതിയിൽ തന്നെ ഒന്ന് വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ക്രീം കൊണ്ട് കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ബാക്കി ചെയ്തെടുക്കുന്നത്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ബോർഡൊന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം കേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഹാർട്ട് ഷേപ്പ് കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഇതുപോലെ രണ്ട് സൈഡും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഏകദേശം ഒരു ബഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്തിട്ട് ഒന്ന് ഫിനിഷ് കോട്ട് ചെയ്യണം. ഫിനിഷ് കോട്ട് ചെയ്ത് പിന്നെ ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഫൈനലായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നത്. അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കേക്കൊക്കെ നന്നായിട്ടൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഗനാഷ് എത്തണം. ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡൊക്കെ ഒന്ന് ഒരു സ്മൂത്തായിട്ട് കിട്ടാനായിട്ട് പാലറ്റ് നൈഫ് ചൂടാക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കേക്കിൻ്റെ മുകൾ ഭാഗം ഫിനിഷ് ചെയ്യാനായിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന നൈഫാണ് എടുക്കുന്നത്. അതും ഒന്ന് ചൂടാക്കി ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഭാഗം ഒന്നും ഒരു പാനിൽ മുറിച്ചിട്ട് അതൊന്ന് ചൂടാക്കി മിക്സിയിലിട്ട് പൊടിച്ചെടുത്തതാണ് ഈ ഡെക്കറേഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കേക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം അവർ തന്ന റെഫറൻസ് പിക്ക് അനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റിയെന്ന് തന്നെയാണ് വിശ്വാസം. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ അവർക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് ഫൈനൽ ലുക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്.